നടൻ ദേവൻ ബി.ജെ.പി. വിട്ടു. ബി.ജെ.പി. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ അല്പസമയം മുൻപാണ് രാജി പ്രഖ്യാപിച്ചത്. രാജിക്കത്ത് ഉടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, പാർട്ടി വിടുന്നതിനുള്ള കാരണങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ടോ? ശ്യാമിലി, ഇപ്പോഴും ഈ പരിപാടി കണിച്ചിക്കുളങ്ങരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഏറെക്കാലമായിട്ട് സിനിമാ നടനായിട്ടുള്ള ദേവൻ അദ്ദേഹം ബി.ജെ.പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ആദ്യം സ്വന്തമായ ഒരു പാർട്ടിയും പിന്നീട് ബി.ജെ.പിയിൽ അത് ലയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ ഒരു പ്രചരണ രംഗത്തെല്ലാം മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ തനിക്കായെന്നും തനിക്ക് കൃത്യമായ വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യവും അല്ലെങ്കിൽ വലിയ രീതിയിൽ വോട്ടുകൾ സംഭരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രകടനം തന്റെ ഭാഗത്തു നിന്ന് ബി.ജെ.പിയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലടക്കം തനിക്ക് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഈ പാർട്ടിയുമായും പാർട്ടിയുടെ നേതൃത്വവുമായി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് അല്പസമയം മുൻപ് കണിച്ചിക്കുളങ്ങരയിൽ വെച്ച് നടന്ന ആ ഒരു പൊതുവേദിയിലെ തന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ദേവൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത് ബി.ജെ.പിയിലുള്ള തന്റെ പ്രാഥമിക അംഗത്വവും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും താൻ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് എഴുതി ആ രാജിക്കത്ത് താൻ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് ദേവൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു പരിപാടി കഴിയുകയും അതിനുശേഷം തന്നെ ബി.ജെ.പി. നേതൃത്വത്തിന് തന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തന്നെ അദ്ദേഹം ഈ ഒരു രാജിക്കത്ത് സമർപ്പിക്കുവാനുള്ള അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കണിച്ചിക്കുളങ്ങര ദേവസ്വവും പാഞ്ചജന്യം ഭാരതവും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ശ്രീരാമസാഗരം എന്നൊരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ ഭാഗമായാണ് ദേവന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ നാളുകളിലെല്ലാം അമ്മയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ദേവന്റെ ഇടപെടലുകൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചായ്വുകൾ ചേരിതിരിവുകൾ ഇതിനൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടിയാണ് ദേവന്റെ ഭാഗത്തു നിന്ന് ബി.ജെ.പിയുമായിട്ടുള്ള തന്റെ അസഹിഷ്ണുതയും അതൃപ്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് താൻ പുറത്തേക്ക് പോരുകയാണ് എന്ന് വ്യക്തമായ സൂചന, രാജിയുടെ വ്യക്തമായ സൂചന തന്നെ അദ്ദേഹം നൽകിയിരിക്കുന്നത്. ശ്യാമിലി.